വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എഗ്ലെസ് ടിറാമിസു ആണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലും ഒരു 1/4 കപ്പ് പാൽ എക്സ്ട്രാ കൂടി വേണം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. മാസ്കർപോണി ചീസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ക്രീം ചീസ് എടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം. പിന്നെ ക്രീം വേണം. വിപ്പിംഗ് ക്രീം 1 കപ്പ് വേണം. വാനില എസൻസ് വേണം 1 ടീസ്പൂൺ. ഐസിങ് ഷുഗർ ഒരു 1/4 കപ്പ് വേണം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മുട്ട ചേർക്കാത്തത് കൊണ്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം സ്പോഞ്ച് കേക്ക് എടുത്താലും മതി. കോഫി പൗഡർ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാല്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല തിക്കായി വരുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഒരു ബൗളിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഐസിങ് ഷുഗറും വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് ഐസിങ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ക്രീം ചീസ് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നല്ല ഒട്ടും വെള്ളമില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കസ്റ്റാർഡിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് വിസ്ക് ചെയ്ത് നല്ല ക്രീം പോലെ ആക്കിയെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോഫി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. ഇത് മാറ്റി വയ്ക്കാം. കോഫിയൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്താൽ മതി കോഫിയിൽ. എന്നിട്ട് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഇത് അലിഞ്ഞു പോകും. ഈ ട്രേയിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം.
ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റിന്റെ ലെയർ ആണ് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ വീണ്ടും ബിസ്ക്കറ്റിന്റെ ഒന്ന് കോഫിയിൽ സോക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. എഗ്ഗ്ലെസ് ടിറാമിസു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.